ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കും ഷാർജയിൽ നിന്നും ദുബായിൽ നിന്നും അലൈനിൽ നിന്നും അജ്മാനിൽ നിന്നും ഫുജേറിൽ നിന്നൊക്കെയും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വാത്സല്യ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. പകലിലെ നമ്മുടെ അധ്വാനത്തിന് ശേഷം അല്പസമയം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് ഭാഗ്യം ചെയ്ത ദൈവത്തിൻ്റെ കൃപകളെ ഓർക്കുമ്പോൾ ഇന്ന് പകലിൽ നമ്മൾ ഇരിക്കുന്ന ഇടം മറന്ന് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇൻ ദി നെയിം ഓഫ് ജീസസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം ചച്ചക്കോട് ഫുൾ ഗോസ്പൽ ഷാർജയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെയൊരു സുവിശേഷ മഹായോഗം നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് കൃപ ചെയ്തതിനാൽ ഞാൻ അധികമായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വലുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നത് തന്നെ നാം ഭാഗ്യവാന്മാരായി തീരുന്ന അവസ്ഥയാണ്. സ്തോത്രം. ഹൃദയങ്ങളെ തുറക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാപക്കറകളെ കഴുകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഇരുവാത്തിലുള്ള വാളാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. അത് നമ്മുടെ പാതയ്ക്ക് പ്രകാശം തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. മായമില്ലാത്ത പാലാണ്, മധുരിപ്പിക്കുന്ന തേനാണ് ദൈവത്തിൻ്റെ വചനം. ഇന്ന് പകലിന്റെ വേളയിൽ ഹല്ലേലൂയ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെ, നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെ, നമ്മളെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെ നമ്മൾക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനാൽ അധികമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വിലനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ കർത്താവ് നമുക്ക് ദാനമായി തന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ റവറൻഡ് പി.ഐ. എബ്രഹാം അവരുകൾ, ഖാനമച്ചൻ അവരുകൾ ഇപ്പോൾ ദൈവത്തിനെ ശുശ്രൂഷിക്കും. അതിനായി കർത്തദാസനെ ഞാൻ ക്ഷണിക്കും. ഈ ആത്മീയ അന്തരീക്ഷത്തിൽ കടന്നു വന്നിരിക്കുന്ന ഈ പ്രദേശങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന ദേവദാസന്മാർക്കും നാട്ടിൽ നിന്ന് അതേ കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട ദൈവഭൃത്യന്മാർക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും സാക്ഷാൽ വചനമായിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത് ഒന്നാമത് ദൈവത്തിന് മഹത്വവും, രണ്ടാമത് നമുക്കെല്ലാവർക്കും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. യേശു തമ്പുരാൻ ജനിച്ച രാത്രിയിൽ ദൂതന്മാര് ആകാശവീതിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവർ ഘോഷിച്ചത്, ഓർഡർ തെറ്റാതെയാണ് അവർ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമെന്ന്. രണ്ടാമത് പറഞ്ഞത് ഭൂമിയിൽ എല്ലാവർക്കും സമാധാനമുണ്ടെന്നല്ല, ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനമെന്ന്. അപ്പോൾ ആദ്യം ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ്, റിഫ്ലക്ഷനാണ് സമാധാനം. ഞാൻ തിയോളജിക്കൽ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു അധ്യാപകനായിരുന്ന അദ്ദേഹം, ഇന്ന് അദ്ദേഹം ഒരു മെത്രാപ്പോലിത്തനാണ്, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കൊട്ടേഷൻ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പീസ് ഈസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് വാർ, ബട്ട് ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. സമാധാനം എന്ന് പറയുന്നത് യുദ്ധം നിർത്തുന്നതല്ല, ദൈവത്തെ നമ്മോടുകൂടെ വരുത്തുന്നതാണ്. അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് മനുഷ്യനും ദൈവമായിട്ട് ആധാനത്തിലെത്തുന്നതാണ്. പ്രൈസ് ഗോഡ്. ഇന്നത്തെ ലോകത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്ന അതാണ്. ഇന്നത്തെ ലോകത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നതും അതാണ്. പീസ് ദറ്റ് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. എല്ലാ ബുദ്ധിയെയും അത് ലംഘിക്കുന്ന ദൈവിക സമാധാനം. ഒരു ചടങ്ങിന് വേണ്ടി അതേ യോഗങ്ങൾ നടത്തുന്ന ആ രീതിയൊക്കെ
പോകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇറ്റ്സ് എ ക്രൈങ് നീഡ്. അതൊരു നിലവിളിക്കുന്ന യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ യോഗങ്ങൾ കൊണ്ട് സാധിക്കേണ്ടത് ഞാൻ സൂചിപ്പിച്ചതുപോലെ സാധ്യമാകുവാൻ നിങ്ങളെല്ലാവരും മനമുരുകി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഒരു കർത്താവിൻ്റെ ദാസൻ ഒരിക്കൽ പറഞ്ഞ പോലെ, പ്രസംഗിക്കുന്ന ഞങ്ങളെ തനിച്ചു വിടരുത്, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പത്രോസ് പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവിന്റെ മൗത്ത് പീസായിട്ട് നിന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ ആ സീൻ നമ്മൾ നോക്കിയാൽ 11 പേരോടുകൂടെ നിന്നുകൊണ്ട് സംസാരിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ പ്രസംഗിച്ചെന്നല്ല, അവരുടെ പിൻബലം, പ്രാർത്ഥനയുടെ പിന്തുണ പത്രോസിന് ഉണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഇത് ഇന്നത്തെ യോഗത്തിൽ മാത്രമല്ല, തുടർന്ന് നടക്കേണ്ട എല്ലാ യോഗങ്ങളിലും ഈ തത്വം എല്ലാവരും ഓർത്തിരിക്കണമെന്ന് നിങ്ങളുടെ സ്നേഹത്തെ ഓർപ്പിക്കുന്നു. എല്ലാവരും സ്വർഗത്തിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ മുഴക്കുവാനുള്ള ഒരു സ്ലോഗനുണ്ട്, ഒരു മുദ്രാവാക്യം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സ്വർഗത്തിൽ ചെന്നാൽ അവിടെ എല്ലാ ഭാഷകളും അവസാനിച്ചു പോകും. ഇന്ന് ഭൂമിയിലുള്ള ഒരു ഭാഷയും അവിടെ ഉപയോഗിക്കപ്പെടുകയില്ല. എന്നാൽ ഒരു പദം നിശ്ചയമായിട്ടും അവിടെ ഉണ്ടായിരിക്കുമെന്ന് വേദപുസ്തകത്തിൽ നിന്ന് കാണുന്നു. അത് ഹല്ലേലൂയ എന്നുള്ളതാണ്. ഞാൻ 3-4 വർഷം സുറിയാനിയൊക്കെ പഠിച്ച ഒരാളാണ്. അതിന്റെ അർത്ഥം എനിക്കറിയാം. ഹല്ലേലൂയാഹ് എന്ന് പറഞ്ഞാൽ യാഹിന് ഹാലൽ ഉണ്ടായിരിക്കട്ടെ എന്നാണ്. ഇസലോ യഹോവയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൽ നിത്യതയിൽ പോയി അത് പറയാൻ ആശിക്കുന്നവരെല്ലാം ഇപ്പോഴേ പറഞ്ഞ് നാവിന്റെ കൊഞ്ഞയൊക്കെ മാറ്റിയെടുത്തോണം. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ല. എന്റെ ഹൃദയത്തിൽ കർത്താവ് ഈ സന്ധ്യാസമയത്ത് പ്രകാശിപ്പിച്ച ചില വേദഭാഗങ്ങൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന്റെ മേൽ ചിറകുകൾ വിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ട് 137 സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ ഒരാൾ വായിക്കണം. അതിനുശേഷം ഞാൻ പറയുന്ന മറ്റൊരു വാക്യം ദാനിയേൽ പ്രവചനം അതിന്റെ 11-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ പിന്നാലെ പറയാം. 137 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ ആദ്യം ഒരാൾ വായിച്ചാട്ട്. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിന്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞ ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങളെ യഹോവയുടെ ഗീതം അന്യദേശം പാടുന്നത് എങ്ങനെ? മതി. ഇനി ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം കൂടെ വായിക്കാം. നിയമത്തിന് വിരോധമായ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഒരു നിമിഷം കൂടെ നമുക്കത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഒരിക്കലും അധികപ്പറ്റായി പോകയില്ലല്ലോ. എല്ലാവരും കണ്ണുകളെ അടച്ച് ഹൃദയ കണ്ണുകളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഭയങ്കരമായ സംഭവങ്ങൾ നടക്കുമ്പോൾ തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുമ്പോൾ നിന്റെ നാമത്തിൽ കൂടിയിരിക്കുന്ന സാധുക്കളാകുന്ന ഞങ്ങളുടെ മേൽ നിന്റെ പ്രകാശം ഉദിപ്പിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഏലി പുരോഹിതന്റെ മക്കൾക്ക്, ദുർവൃത്തരായി നടക്കുന്നവർക്ക് യഹോവയുടെ അരുളപ്പാടുകൾ ഇല്ലാതിരിക്കുമ്പോൾ യഹോവയെ അരുളി ചെയ്യണമേ എന്ന് നിലവിളിക്കുന്ന ശമൂവേൽ ബാലന്റെ കാതുകൾ മുഴങ്ങുമാറ് അവനോട് സംസാരിച്ച ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. ഈ യോഗം ക്രമീകരിച്ചവർക്കും ഇതിനുവേണ്ടി അല്പമായോ അധികമായോ പ്രയത്നിച്ചവർക്കും ഇതിൽ പങ്കെടുത്തവർക്കുമെല്ലാം സമൃദ്ധമായ നന്മകളെ നൽകണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ
ആമേൻ. ഏത് വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും ജനവർഗത്തിൻ്റെയും ഒക്കെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പ്രത്യേകമായ അതേ അനുഭവങ്ങൾ കുറിക്കപ്പെട്ടതായ ജീവിത ഘട്ടങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ ഇപ്പോൾ എടുത്ത് വായിക്കുവാൻ ഞാൻ പറയുന്നില്ല, സമയപരിമിതിയെ ഓർത്തുകൊണ്ട്. മത്തായി അപ്പോസ്തലൻ മത്തായി ശ്ലീഹ തന്റെ സുവിശേഷം തുടങ്ങുന്ന ഭാഗത്ത് തലമുറകളെക്കുറിച്ച് താനൊരു പ്രസ്താവന ചെയ്യുന്നുണ്ട്. വേദപുസ്തകം അല്പം നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ അറിയാം. മത്തായിയും വംശാവലി പറയുന്നുണ്ട്, ലൂക്കോസും വംശാവലി പറയുന്നുണ്ട്. ലൂക്കോസ് വംശാവലി ആദാം മുതലാ തുടങ്ങുന്നു. പുറകോട്ട് തലമുറ എണ്ണി ആദാമിൽ ചെന്ന് അവസാനിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടിയായിരിക്കാം ആദാം ദൈവത്തിന്റെ മകനെന്ന് പറഞ്ഞ് ആ കണ്ണി അവിടെ കൊളുത്തുന്നു. എന്നാൽ വിശുദ്ധ മത്തായി ചെയ്യുന്നത് അങ്ങനല്ല. അദ്ദേഹം പിറകോട്ട് തലമുറ എണ്ണുകയല്ല, അദ്ദേഹം മുമ്പോട്ട് എണ്ണുകയാണ്. അദ്ദേഹം തലമുറ എണ്ണാൻ തുടങ്ങുന്നത്, നിങ്ങൾക്കതൊരു പഠന വിഷയമായിരിക്കട്ടെ,